എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി അപ്ഡേറ്റ് ചെയ്ത് തന്നെ നടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ അടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2019 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് വിവിധ സെമസ്റ്ററുകൾ പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന എല്ലാ പരീക്ഷകളും 2020 to 2023 അഡ്മിഷൻ വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എഴുതാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞത് തന്നെയാണ്. ഒരു ഡിഗ്രി എന്ന ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടുന്നത് ആ വർഷം മുതൽ 5 to 6 വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് ആയിട്ട് കണക്കാക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2024 പ്രവേശനം നേടുന്ന ഒരു വിദ്യാർത്ഥിക്ക് 2029 അതുപോലെ തന്നെ 2030 എന്നീ കണക്കുകളിലാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് യൂണിവേഴ്സിറ്റി കണക്കാക്കപ്പെടുന്നത്. ആ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പരീക്ഷ എഴുതാൻ പറ്റില്ലേ? പരീക്ഷ എഴുതാൻ പറ്റും. യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും അല്ലെങ്കിൽ ഈ മേഴ്സി ചാൻസ് പരീക്ഷകൾ എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിനായി ചിലപ്പോൾ നിങ്ങൾ 1 വർഷമോ 2 വർഷമോ വളരെ നീണ്ട ഒരു കാലാവധി തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ചോദ്യത്തിന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ 4 ഇയർ ഡിഗ്രി എക്സാം ഉണ്ട്, അതുപോലെ തന്നെ 3 ഇയർ ഡിഗ്രി എക്സാം ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് തരത്തിലുള്ള എക്സാമുകളും കാര്യങ്ങളും ഉണ്ട്. ഇതിനിടയ്ക്കാണ് ഇതിൻ്റെ മേഴ്സി ചാൻസ് പരീക്ഷയും വിളിക്കേണ്ടത്. പ്രിയ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷകൾ കുറച്ച് വേഗത്തിലാക്കാൻ വേണ്ടി, അതായത് ഈ മേഴ്സി ചാൻസ് പരീക്ഷകൾ വിളിക്കുന്നത് കുറച്ച് വേഗത്തിലാക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഒരുപാട് വിദ്യാർത്ഥികൾ ഒന്നിച്ച് പരീക്ഷാ കൺട്രോളർക്കും രജിസ്ട്രാർക്കും ഉൾപ്പെടെയുള്ളവ, വി സിക്കും ഉൾപ്പെടെയുള്ളവ, വൈസ് ചാൻസലർക്കും ഉൾപ്പെടെ മെമ്മോറാണ്ടങ്ങളും നിവേദനങ്ങളും സമർപ്പിക്കുക എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ 2019 പ്രവേശനം നേടിയ ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ടെന്നുള്ള വിവരം യൂണിവേഴ്സിറ്റി അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പരീക്ഷകൾ കുറച്ച് വേഗത്തിലാക്കാൻ സാധിക്കും. അതായത് 2019 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ പരീക്ഷ എഴുതാൻ ബാക്കിയുണ്ടെന്നുള്ള ഒരു വസ്തുത യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ഈ പരീക്ഷകൾ കുറച്ചും കൂടി നേരത്തെ വിളിക്കുകയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുകയും ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഫർദർ സ്റ്റഡീസിനും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി പോകാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് നിവേദനങ്ങളും കാര്യങ്ങളും, അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കണം വെച്ചാൽ 2019 പ്രവേശനം നേടിയ ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ടെന്നുള്ള വിവരം യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പരീക്ഷകൾ കുറച്ചും കൂടി വേഗത്തിൽ വിളിക്കുവാനും പെട്ടെന്ന് തന്നെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഫർദർ സ്റ്റഡീസും മറ്റ് ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുത്. കാണുന്ന സുഹൃത്തുക്കൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.